അനന്തപത്മ സിനിമയിൽ ആ കാവുണ്ടല്ലോ, ആ കാവിലേക്ക് ഇറങ്ങി പോകും പോലെ ഒരു ഫീല്. അതോടെ ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വാ, ഇഷ്ടപ്പെട്ട കേട്ടോ, അടിപൊളി. ഈ ശ്രീബുദ്ധനെ ആള് ഇങ്ങനെ തപസ് ചെയ്തതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാര്യം എന്താ പറയുക, ഇത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആരായാലും ഒന്നും ധ്യാനപ്പെട്ടു പോകും. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ട ഓണമെന്ന്. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പാണ്. കന്യാകുമാരി ജില്ലയിലുള്ള ഒരു തിരുവട്ടാർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നോർമലി ആസ് യൂഷ്വൽ എല്ലാവരും പോകുമ്പോൾ നേരെ ഡയറക്റ്റ് കന്യാകുമാരി അല്ല പോകുന്നത്. അപ്പോൾ ഈ കന്യാകുമാരി പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളപ്പോൾ ഈ കാറിലൊരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വിചാരിച്ചു. ഓൾട്ടോ ആണ്, എന്തായാലും നല്ല മൈലേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിക്കാൻ പോകുന്നത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പമ്പുണ്ട് കേട്ടോ, ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് ഫ്രണ്ട്സ്, നമ്മുടെ അപ്പോഴേ NH-47 എൻ്റർ ആവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ കോവളത്തോട്ട് വരുന്ന വഴിക്കൊരു ടോളുണ്ട്, ടോൾ പ്ലാസ. അപ്പോൾ അതിനെ വെട്ടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നാഷണൽ ഹൈവേ, അതായത് പാച്ചലൂർ വഴി കേട്ടോ വന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വീഡിയോസിൽ അത് പുതിയ റൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കന്യാകുമാരിയിലേക്ക് സ്ട്രെയിറ്റ് പോകാനുള്ളൊരു നാഷണൽ ഹൈവേ കേട്ടോ. പക്ഷെ പണി പൂർത്തിയായിട്ടില്ല. നമ്മുടെ ബോർഡർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് പാറശാല എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റോഡ് കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ റോഡിലേക്ക് ഡിവൈറ്റ് ചെയ്യും. കണ്ടോ, കന്യാകുമാരി 74 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പാട്ടോ റോഡ്. അതായത് ഭയങ്കര വികസനമാണ്. ഈ റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പോരത്തിന് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ ഇവിടെയാണ് കേട്ടോ, ട്രിവാൻഡ്രത്തിൻ്റെ അഭിമാനമായിട്ട് മാറാം. അതായത് നമ്മുടെ ഡൽഹി കഴിഞ്ഞ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്ഥലം ട്രിവാൻഡ്രമായി മാറാൻ അധികം താമസമില്ല. വിഴിഞ്ഞം പോർട്ട് ഓൾറെഡി ഒരു മദർഷിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു, അറിഞ്ഞല്ലോ. അതായത് കേസ് കണ്ടോ, നമ്മൾ പറഞ്ഞ ആ സ്ഥലം എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ NH-47 തീർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഫ്യൂച്ചറിൽ അത് എന്തായാലും ഉടനെ കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്താൽ പോകാനുള്ളത്. അതായത് ഇവിടുന്ന് വലത്തോട്ട് കയറിയിട്ട് നമ്മൾ നേരെ അമരവിള ചെക്ക് പോസ്റ്റ്, ആ ഒരു കളിക്കേവിള അമരവിള ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ നോർമലി നെയ്യാറ്റിങ്കര പാലരാമരം അതുവഴി വരുന്നതിനെ കാട്ടി ഈസി ആയിട്ട് നമുക്കിവിടെ എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരുവട്ടാർ പോകുന്ന റൂട്ട് തപ്പലാണ് അടുത്തൊരു പരിപാടി. സോ അപ്പം ഒരു ചായ കുടിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഹായ്, കേക്ക് തന്നെയാണോ? കണ്ടാ, ഇവിടെ ഉള്ളിയുടെ വില കണ്ടാ 3 കിലോ 100 ഉള്ളു കേട്ടോ. നമ്മുടെ അവിടെ 1 കിലോയ്ക്ക് 60 രൂപയാണ്. വൻ ലാഭമാണല്ലോ ഇവിടെ. ഇവിടെ ലാഭത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വാങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചേട്ടോ. പെട്രോളും വില കുറവാട്ടോ, അതും പറയാൻ മറന്നുപോയി. പെട്രോളിന് ഒരു 7 രൂപയുടെ വ്യത്യാസമുണ്ട് നമ്മളെ കേരളത്തിനെ കാട്ടി. എന്തായാലും ഇത് കൊള്ളാം. കുഞ്ഞു സവാള എന്നല്ല ഇത് എന്തുള്ളിയാന്ന് ചോദിച്ചു നോക്കിയേ ചേട്ടാ. ഇത് എന്തുള്ളി കേട്ടത്? ചിന്ന ഉള്ളി, ചിന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമ്മളവിടെയൊക്കെ കുഞ്ഞുള്ളി വാങ്ങുമ്പോൾ എല്ലാം ചീനും എല്ലാം ഒക്കെ ഇരിക്കുന്ന സാധനം. പക്ഷെ ഇവരുടെ ഡിസ്പ്ലേ തന്നെയാണ് ഇവരുടെ സെയിലും. കണ്ടാ വാങ്ങാൻ തോന്നും. നമ്മളെ വന്ന വഴി മാറിപ്പോയി. സോ ഇവിടെ നിന്ന് ഇനി U-ടേൺ അടിച്ച് പോകണം. കുറച്ച് തെറ്റിപ്പോയി. അതെ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും ചെന്ന് സ്ഥലം ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല കേട്ടോ സ്ഥലം എവിടെയാണെന്നുള്ളത്. ഗൂഗിൾ മാപ്പ് നോക്കി പോകണ കാര്യം പിന്നെ പറയണ്ടല്ലോ. നേരെ ചെന്ന് മറ്റേ ആറ്റിൻകരയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അനുഭവം ഉള്ളതുകൊണ്ട്. സോ അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും, അങ്ങോട്ടേക്ക് പോകാം. അതായത് ഗൈസ്, നമ്മളെ വഴിയെല്ലാം തെറ്റി ലാസ്റ്റിനി എന്താ പറയാൻ മാപ്പിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ മാപ്പിടുകയാണ്. തിരുവട്ടാർ ശ്രീ ആദികേശവ ടെമ്പിൾ എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ളതും അതേ സാദൃശ്യമുള്ള ഒരു അമ്പലമാണ് തമിഴ്നാട്ടിലുള്ള. അമ്പലത്തിനോട് വരുന്ന വഴി ആ സൈഡിൽ തന്നെ ഒരു വലിയൊരു ആൽമരം നിൽപ്പുണ്ട് കേട്ടോ. ആൽമരത്തിന് താഴെയായി തന്നെ നാഗദേവതകളെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അതിനോട് അടുത്ത് തന്നെയാണ് ചുറ്റമ്പലം പണിഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു പഴയ എന്താ പറയാൻ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ അതേ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കുന്ന അമ്പലമാണ്. നമ്മുടെ മഹാവിഷ്ണു ആണ്, അനന്തപത്മനാഭൻ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ.
ഇവിടെ ആദികേശവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പത്മനാഭസ്വാമിയുടെ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും വരുന്നത്. അമ്പലത്തിൻ്റെ പ്രധാന കവാടം ഇതാണ് കേട്ടോ. കുറച്ച് കൽപ്പടവുകൾ കയറി വേണം നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കാൻ. പുരുഷന്മാർക്ക് ഡ്രസ്സൊന്നും മീൻസ് അതായത് ഷർട്ട് ബനിയനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. അതിൻ്റെ നാലമ്പലത്തിന് ചുറ്റുമുള്ള ഒരു തൂണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യമല്ലേ. സെയിം അതുപോലെ തന്നെ കേട്ടോ ചെയ്തേക്കുന്നത്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ശിവേലിക്ക് വേണ്ടി നട അടച്ചേക്കാം കേട്ടോ ഇവിടെ. ആക്ച്വലി നമ്മുടെ കേരളത്തിലേക്കാണെങ്കിൽ അമ്പലത്തിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ പ്രശ്നമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആലോചിച്ച് നോക്കിയേ, ഇത്രയും മോഡേൺ ടെക്നോളജിയിൽ പോലും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അത്രയും പഴയ കാലത്ത് ഇതുപോലുള്ള കല്ലിൽ തീർത്ത കൊത്തുപണികളൊക്കെ ഒരേപോലെ ചെയ്യുന്നതിൽ അന്ന് എത്രയും കഴിവുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷേത്രത്തിൻ്റെ കൊടിമരം കേട്ടോ കാണുന്നത്. അതായത് നമ്മൾ ഇതുവഴി നടക്കുന്ന സമയത്തെ എന്താ പറയാൻ, എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഭയങ്കര സൂപ്പറാണ്. ഇതിൻ്റെ കൊടിമരം കണ്ടോ? കൊടിമരത്തിൻ്റെ തൊട്ട് താഴെ നമ്മൾ എത്തിക്കഴിഞ്ഞു. സൈഡൊക്കെ കണ്ടായിരുന്നോ? ഗാർഡൻ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അകത്ത് ശീവേലി തുടങ്ങിയെന്ന് തോന്നുന്നു, അറിയാൻ പറ്റുന്നുണ്ട്. അമ്പലം ഇങ്ങനെയാണ് കേട്ടോ. ശ്രീകോവിലിനകമാണ്. ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഇപ്പം ശീവേലി നടന്നുകൊണ്ടിരിക്കും. ഹായ്, അങ്ങനെ നമ്മൾ ശിവേലി കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങി. ദർശനം കിട്ടിയായിരുന്നു. തിരുവനന്തപുരത്ത് നമ്മളെ അനന്തപത്മനാഭൻ്റെ പ്രതിഷ്ഠയോട് വളരെ സാമ്യമുള്ളതാണ്. കാര്യം പറയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ പറയുമ്പോൾ തലഭാഗം വന്നിട്ട് വലതുവശത്തേക്കാട്ടോ. നമ്മുടെ പത്മനാഭസ്വാമി എന്ന് പറയുമ്പോൾ ഇടതുവശത്തേക്കാണ് തലയുടെ ഭാഗം വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മിനി വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു റെഫറൻസ് വേണമെങ്കിൽ ഈ പടം കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. നമ്മുടെ പത്മനാഭസ്വാമി കിടക്കുന്ന ആ ഒരു ഇതും ഇവിടുത്തെ തിരുവട്ടാറിലെ ഭഗവാൻ കിടക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതെ ഗൈസ്, നമ്മളെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു പ്രത്യേക ഒരു സ്ഥലം കണ്ടു കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഒരു കൽപ്പടവ്, അത് കഴിഞ്ഞ് താഴെ ഒരു പുഴയാണ്. പക്ഷേ ഈ സ്ഥലം ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഫീൽ. അതൊരു നിഗൂഢത പിടിച്ച സ്ഥലം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യണമെന്നൊന്ന് പറയണേ. എന്താ കാര്യം എന്നറിയോ, ഇത് എനിക്കിപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നതേ, നമ്മുടെ മറ്റേ അനന്തപത്മനാഭ സിനിമയിൽ ആ കാവുണ്ടല്ലോ, ആ കാവിലേക്ക് ഇറങ്ങി പോകും പോലെ ഒരു ഫീല്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദിഗംബരൻ്റെ ഒരു സീനും ഒരു ഫീലും ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. നോക്കി, ശിവമല്ലിക്കാവ് അല്ലേ? ഓക്കെ, അപ്പോൾ അതേപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്ഥലം. തൊട്ടടുത്ത് തന്നെ, പക്ഷേ അവിടെ കുളമാണ്, ഇവിടെ പുഴയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര വൈബ്. ഇത് ഏത് പുഴയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെ തിരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ തൃപ്പരപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർഫാൾസാണ്. അപ്പം ഒന്ന് ഫുഡ് ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പം അത് കഴിച്ചതിന് ശേഷം നമുക്ക് വാട്ടർഫാൾസ് ഒന്ന് കാണാൻ പോകട്ടോ. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ചെറിയ റോഡുമാണ്, ഒരുപാട് വണ്ടികളും, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുവിധം വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പോൾ കഴിക്കാനുള്ള ഹോട്ടൽ തപ്പി നടക്കുക കേട്ടോ.
അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവാം. അധികം മെനു ഒന്നും നോക്കേണ്ടി വന്നില്ല. ഊണും ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ കൺഫ്യൂഷൻ എല്ലാം മാറ്റിയിട്ട് ലാസ്റ്റ് ബിരിയാണി തന്നെ എത്തി. സ്ഥിരം എല്ലായിടത്തും പോയിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങും പോലെ തമിഴ്നാട് വന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി. ബിരിയാണി ഒരു പ്രത്യേക സ്റ്റൈലിലാട്ടോ ഇവിടെ വിളമ്പിയത്. ആദ്യം ചോറ് കൊണ്ടുവരും, പിന്നെ ഒരു ബൗളിനകത്ത് ചിക്കൻ കൊണ്ടുവരും. പക്ഷെ കൊള്ളാം, നല്ല ഹോംലി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഞ്ചര? ഒരു വഴിയിലോട്ട് പോവുകയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞിട്ടാണ് പോണേ. വാട്ടർഫാൾസിന് അങ്ങോട്ട് പോകുന്ന പറയണം. ഭയങ്കര തിരക്കാട്ടോ, ഇതൊരു ചെറിയ മാർക്കറ്റ് പോലെ കേട്ടോ. ഓ ആകാ ബ്ലോക്കാണ് ഗൈസ്. വണ്ടി പോകാത്ത സ്ഥലത്തൂടെ വണ്ടിയും കൊണ്ടുവരുന്നു. ഓ എന്താ അല്ലേ, കന്യാകുമാരി പോലെ തന്നെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഐറ്റംസ് തന്നെയാണ് അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സെയിലാക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പെൺപിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും. പിള്ളേർക്ക് എല്ലാം അവർക്കായിട്ട് സാധനങ്ങളെല്ലാം ഉണ്ട്. ക്യൂ ആണ് കേട്ടോ. ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ചെറിയ മഴയും പെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ടിക്കറ്റ് 20 രൂപയാണെന്ന് കേട്ടോ പറയണേ. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഇവിടെ കൂടുതലും മലയാളികൾ തന്നെയാണ് വരുന്നത്. തിരുവനന്തപുരത്തുള്ളവർ. ഓണം അവധിയല്ലേ, സോ എല്ലാവരും. പെട്ടെന്നൊരു മഴ കേട്ടോ. ഓ ഡാർക്ക്. ഓ ഭയങ്കര തിരക്ക് കേട്ടോ. ഈ തിരക്കിനിടയിൽ വന്നിട്ടേ വ്യൂ കണ്ട. ഇതാണ് കേട്ടോ വാട്ടർഫാൾസ്. അടിപൊളി, എന്ത് രസമാണ് നോക്കി കണ്ടാ. ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. എന്താ അടിപൊളിയായിട്ടുണ്ട്. വാവ്, ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ ഡ്രസ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റും. സോ ഭയങ്കര അടിപൊളിയായിരിക്കും തോന്നുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള കണ്ടീഷൻ അല്ല, അതുകൊണ്ട് ജസ്റ്റ് കാണാൻ മാത്രമുള്ള ഭാഗ്യം എന്നുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നോക്കി കല്ല്, നോക്കി കല്ല് വെച്ചേക്കുന്നുണ്ടാ. ഇങ്ങനെ കയറി പോകാൻ കണക്കിന് നമ്മുടെ ലുലുമാളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പിള്ളേരുടെ പണ്ടൂരൊക്കകത്ത് ഇങ്ങനെ വലിഞ്ഞ് കയറാനായിട്ടുള്ള ഐറ്റംസ് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്താ അടിപൊളി നോക്ക്. ഓ സീൻ കേട്ടോ. വാവ്, ഇവിടുത്തെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ. അതോടെ ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് മറ്റേ ബാഹുബലിയിലൊരു പാട്ടുണ്ടല്ലോ, അതിൽ പ്രഭാസ് ചാടി ഇങ്ങനെ ഏറ്റവും മേളിൽ കയറാൻ നേരത്ത് ഒരു മരം ഉണ്ടല്ലോ, അതുപോലെ തോന്നുന്നു. ഏകദേശം ആ ഒരു സെയിം വെള്ളച്ചാട്ടം. ഭയങ്കരമായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ എവിടെയാ അതിരപ്പള്ളിയിലൊക്കെ നിൽക്കത്തില്ലേ, അതേ സെയിം ഫീലിങ്സ്. വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കും പോലെയല്ല, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഒരു മൂഡ് വന്നു തുടങ്ങി കുളിക്കണമെന്നൊക്കെ വെച്ചിട്ടേ. അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിപ്പെട്ട് പോയാലും പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. കാര്യം വേലി കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. അതുപോലെ തന്നെ ഒരു സ്വിമ്മിങ് പൂളും ഉണ്ട് കേട്ടോ അവിടെ. ഇതാകുമ്പോൾ ഒഴുക്കല്ല, സ്വിമ്മിങ് പൂളാണ്. നീന്തൽ പഠിക്കാൻ വരുന്നവർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും. അതായത് നമ്മൾ തിരുവനന്തപുരക്കാരാണേ. നമ്മളപ്പോൾ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കുറവാണ് കേട്ടോ. ഈ പൊന്മുടിയാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഒരു 10-40 കിലോമീറ്ററിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അടിപൊളിയാണ്. ഞാൻ എന്താ ഇവിടെ വരാൻ ലേറ്റായെന്ന് എനിക്കെൻ്റെ ഡൗട്ടാണ്. ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇവിടെ പറ്റി, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഏതാ നമ്മുടെ ശിവാലയോട്ടത്തിന്റെ 3ാമത്തെ ലിസ്റ്റിലുള്ള ക്ഷേത്രമാണ് തൃപ്പതി. അടുത്ത് തന്നെ നോക്കട്ടെ. നമ്മളെ ഈ ബാക്കിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. ഈ ബാക്കിൽ കാണുന്നത് ശിവാലയോട്ടം, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ശിവാലയോട്ടം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. 3ാമത്തെ അപ്പോൾ ആ 3ാമത്തെ ക്ഷേത്രം, അതെ 3ാമത്തെ ക്ഷേത്രം, അതിന്റെ സൈഡിൽ കൂടെ ഈ വെള്ളച്ചാട്ടം വരുന്നത്. ഇവിടെ ഭയങ്കര ബഹളം കേട്ടോ. അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഉണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ എല്ലായിടത്തിനും പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കി അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകാൻ അടിപൊളിയാണ്. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട് ഗായ്സ്, പക്ഷെ നടക്കില്ല. ഒരു സീൻ കാണിച്ചു തരാവേ. നോക്കി ആകാശത്തുനിന്ന് വെള്ളം വരുന്ന പോലെ ഇല്ലേ, അടിപൊളിയല്ലേ. എൻ്റെ പൊന്നെ, എന്താ അറിയാം, ഇവിടെ നിന്ന് പോവേണ്ടി വന്നു, പെട്ടെന്ന് എസ്കേപ്പ് ആവേണ്ടി വന്നു. കാര്യം കുഞ്ഞിനെ ഭയങ്കര ആകാംക്ഷ കൂടിയിട്ട് അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു വിധത്തിനാണ് ഇവിടെ നിന്ന്
വീട്ടിൽ കൊണ്ട് പോകാൻ പോകുന്നത്. പറ്റൂല പറ്റൂല. ഓ കരയുന്നാ? കരയല്ലേ, വേറെ സ്ഥലത്ത് പോവാ. വെള്ളച്ചാട്ടം കാണാമെന്ന് വേറെ അതിഥി. അങ്ങനെ കഴിച്ച് നമ്മൾ തൃപ്പരപ്പ് അവിടെ നിന്ന് വന്നിട്ടേ ചിതറൽ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇത് വരേണ്ട ഒരു കേവ് ടെമ്പിളാണെന്ന് തോന്നുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി ഇതൊരു ബുദ്ധക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. അതായത് ഇവിടെ 5 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോകണം. ഇപ്പം ടൈമെന്ന് പറയുന്നത് ഏകദേശം ഒരു 3:30 മണി കഴിഞ്ഞു. 4:00 തിരിച്ചിറങ്ങണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും മുകളിലാണ് കേട്ടോ, കുറച്ച് നടക്കാറുണ്ട്. എത്രത്തോളം നടക്കണം എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അതായത് ഈ വഴിയാണ് കയറി പോകാനുള്ളത് കേട്ടോ. ഇതാ എൻട്രൻസ്. ഇവിടെ നിന്ന് നടന്ന് കുറച്ചധികം മേലേക്ക് പോകണം. അതായത് ഈ താഴെ നിന്ന് വന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ മേലേക്ക് നടക്കണം കേട്ടോ. ഈ വരുന്ന ആൾക്കാരുടെ സജഷൻ എന്താണെന്ന് അറിയാമോ? കുറച്ച് ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റി വെച്ചിരുന്നതിൽ കാറ് കയറി പോകത്തില്ല എന്നായിരുന്നു. എന്തെങ്കിലും ഐതിഹ്യം കാണും, ഇങ്ങനെ കയറി പോകണമെന്നൊക്കെ വല്ലതും ആയിരിക്കും, അറിയില്ലല്ലോ. കയറ്റം എന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് അധികം കയറി, കുറേ കയറി. അതുപോലെ ഈ ചുറ്റുപാടും കണ്ട ഈ ഫോറസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ പരിപാലിച്ചേക്കുന്നത്. ഈ വേലിയൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെ അണ്ടറിലാണ് ഈ അമ്പലം വരുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതാ കണ്ട കയറി വരുന്നതാണ്, നല്ല കഷ്ടപ്പെട്ട കയറി വരുന്നത്. അതായത് നമ്മൾ കയറി വരുന്ന അനുസരിച്ച് ഈ കയറ്റം ഭയങ്കര സ്റ്റീപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, നമ്മളെ കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും ഈസി ആയിട്ട് കയറി പോകുന്നതിൻ്റെ കുഞ്ഞാണ് കണ്ട. അവർക്ക് ക്ഷീണമൊന്നുമില്ല. ഞാൻ പക്ഷെ നന്നായിട്ട് തളർന്നു കേട്ടോ. പിന്നെ വേറെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തളർന്ന് കയറി വരുമ്പം തന്നെ ഇരിക്കാനൊക്കെ ഇവിടെ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് ചെയ്ത് കയറിപ്പോവാം. പിന്നെ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല, 1 കിലോമീറ്ററേ ഉള്ളൂ, ചുമ്മാ കയറി പോയിട്ട്. മല മൊത്തം കയറി കേട്ടോ. ഇവിടെ ക്ഷീണിച്ച് ഞാനേ ഇവിടെ എടുത്തോണ്ടാവുന്നത്. ഒരു വലിയ പാറ, ആ പാറയുടെ മണ്ടയിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആദ്യം കണ്ട പാറയുടെ മണ്ടയിൽ വന്നപ്പോഴുള്ള വ്യൂ. വാവ്, പൊളിയാണ് കേട്ടോ, വല്ലാത്തൊരു വ്യൂ ആണ്. ഈവനിങ് ആയി, ഓൾമോസ്റ്റ് ഒരു 4 മണിയാവാൻ പോകുന്നു. സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴേ നമ്മുടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ടായിരുന്നോ, കണ്ടാ ദൂരെ കാഴ്ച കണ്ടായിരുന്നോ? അടിപൊളിയല്ലേ, അതും സൂപ്പറാണ്. നല്ല വ്യൂ ആണ്, നല്ല വിഷ്വൽ കേട്ടോ. ഒരു ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടുത്തെ ഓരോ പാറയും അത്ര മനോഹരമാണ് കേട്ടോ, അടിപൊളിയാണ്. എന്തൊരു വിഷ്വൽ എഫക്റ്റാണ് നോക്കി. സ്ഥലം അടിപൊളിയാണ്. ഒട്ടുമിക്ക എല്ലാ പ്ലേസും കാണാം അല്ലേ കന്യാകുമാരി ജില്ലയിലെ. ഈവനിങ് ടൈമിലേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. കാര്യം ഒരു നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3 മണി ആ ടൈമിലത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ റീച്ച് ആവുന്നുള്ളേ ഉള്ളൂ. അത്ര അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര വൈബടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പം നമ്മളെ ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ പോയ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മടങ്ങും കൂടി മേലോട്ട് പോകണമെന്നാണ് പറയണത്. എന്നാലേ അവിടെ എത്തത്തുള്ളൂ. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ. അതായത് ഇവിടെ പീസ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത് നോക്കി നിങ്ങൾ ഈ കാണുന്നില്ലേ, കണ്ട ഇതൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഭയങ്കര സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നല്ലേ. വാവ്, ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. അപ്പോൾ അത് നോക്കിയേ, വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തത്തിലൊരു സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതങ്ങ് വാരി വിതറാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതിയും. പീസ്. ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ വേറൊരു കാര്യമുണ്ട് കേട്ടോ, തുമ്പി. നമ്മുടെ അവിടെയൊക്കെ ഈ സാധനം കാണാനേ ഇല്ല, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ തുമ്പി. ഞാനൊക്കെ കുഞ്ഞിലേ കണ്ടതാണ് ഇതിനെയൊക്കെ. ഏകദേശം നമ്മൾ മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ. കണ്ടോ, മരത്തിൻ്റെ അടിയിൽ ഒരു പാറയുടെ അടിയിൽ ഇരിക്കാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, മരം അടിപൊളി. മരം ഒരു ഹൈലൈറ്റാന്ന് തോന്നുന്നു.
വാവ്, ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന് ഈ വഴി മേലേക്ക് കയറി പോകണം. നമ്മൾ എത്തി ഗൈസ്, ആദ്യ കവാടത്തിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി. അതെല്ലാം ഭയങ്കര ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ അവിടെ മൊത്തം. വാവ്, നിങ്ങൾ ഏറ്റവും മുകളിലെത്തി കേട്ടോ. ഇവിടെ ഒരു ഗോപുരം പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അകത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. വേണ്ട, ഗുണാക്കോയ് കേവിനകത്ത് പോയതേ ഫീല്. വാവ്, നൈസ്. നോക്കി, വാ, കൊള്ളാം കേട്ടോ, നൈസ് പ്ലേസാണ്. സൂക്ഷിച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മളപ്പോൾ ഈ എത്തിയേക്കുന്നതേ ഒരു ചെറിയ കൽമണ്ഡപം പോലത്തെ ഉള്ളൊരു സ്ഥലത്താട്ടോ. രണ്ടോ അടിപൊളിയായിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ ഒറ്റ കല്ലിൽ തന്നെ കൊത്തി പ്രതിഷ്ഠിച്ച എന്തോ കല്ലിൽ കൊത്തിയേക്കുന്നത് ഇതെല്ലാം. നന്നായിട്ടുണ്ടല്ലേ? ഓ നൈസ്. നോക്കിക്കോ, ഈ പാറയിൽ, ഒരു വലിയ പാറയിലാണ് കേട്ടോ ഈ അമ്പലം സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് എത്ര വർഷത്തെ പാരമ്പര്യമുള്ള അമ്പലമാണ് നോക്കിയേ. ബുദ്ധൻ്റെ അമ്പലമാണ്, കൊത്തുപണികളും എല്ലാം. എന്തുമാത്രം ചരിത്രം ഉറങ്ങുന്ന മണ്ണാന്ന് ആലോചിച്ച് നോക്കി. അതും ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അതായത് അത്യാവശ്യം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടോ, കണ്ടോ ഈ വ്യൂ കണ്ടോ? ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വർഗം മാമാ സ്വർഗം. അത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൽപ്പടവ് നേരെ കുളത്തിലേക്ക്, കുളം എന്ന് പറയുന്നത് ഇതൊരു പാറ ഇടുക്കിനകത്തുള്ളൊരു വെള്ളക്കെട്ട കേട്ടോ. ഇത് നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെ ഇങ്ങനത്തുള്ള നല്ല സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോഴേ അത് സ്പോട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ. ഓ നൈസാണ്. നോക്കേ, എന്താണ് ഗൈസ് ഞാൻ ഈ കാണുന്നത്? എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗൈസ്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ കുളത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകേണ്ടി പോകട്ടോ. ഓ, അതിനിടയിലൂടെ പോകുന്നത് പുല്ലൊക്കെ ഉണ്ട്, പുല്ല്. ഓ സീനാണ് കേട്ടോ, ലോങ് വ്യൂ. നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ആൾക്കാരാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ. തിരികെ പോകുന്ന ഒരു ഉൾവനത്തിലേക്ക് കയറി പോകുന്ന ഫീൽ. പിന്നെ ഈ ക്ഷേത്രം സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ലൊക്കാലിറ്റി ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ അവർ സൂക്ഷിച്ചേക്കുന്നത്. അതായത് ഒരു ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ബാക്ക് സൈഡാണ് കേട്ടോ അത്, ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഉണ്ടോ എന്താ ഇവിടെ ഉണ്ടോ, ഉരൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അതെ, ഇനി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്ലേസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരാളെ പറ്റി. കാര്യം എത്ര അടിപൊളിയാണെന്ന് നോക്കി. ആളെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ചരിത്രവും കഥയൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ വന്നപ്പം ഭയങ്കര സൂപ്പർ. നിങ്ങൾക്ക് ഈ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ കേട്ടോ, ഈ കല്ലിലൊരു എഴുത്തുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. എനിക്കിവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. കല്ലിൽ ഒരു ശ്ലോകമാണ് കുത്തി വെച്ചേക്കുന്നത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കേട്ടോ. ഉണ്ടോ, അടിപൊളിയല്ലേ? ഓക്കെ, എൻ്റെ അമ്മ, വാവ്, വാട്ട് എ പ്ലേസ് മാൻ. കണ്ടോ, വേറെ ഏതോ യൂണിവേഴ്സിൽ എത്തിയതുപോലെ അല്ലേ. സൂര്യൻ അസ്തമിക്കാൻ പോകട്ടാ, എന്താ ഭംഗി.
അതായത് ഇവിടെ ഞാൻ താഴെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും ഇവിടെ സർവേയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും അറിവുകൾ കിട്ടുന്നുണ്ടോയെന്ന്. അതായത് ബുദ്ധമതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഴയകാല മതമല്ലേ. അപ്പോൾ ഇവിടെ പാറകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആദിമ മനുഷ്യർ കൊത്തി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞത്. സോ കാറ്റായിട്ട് ഒന്ന് സംസാരിക്കാനായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ ടോപ്പ് സ്ഥലത്താണ് നിൽക്കുന്നത്. കണ്ടോ ഭയങ്കര കാറ്റാണ്. ഞാനിപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഗോപുരത്തിലാട്ടോ ഇരിക്കുന്നത്. ഗോപുരം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ, അതായത് പാറയുടെ ഏറ്റവും മുകളിലായിരിക്കുന്നത്. അതായത് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ യൂണിവേഴ്സിൽ ഇരിക്കുന്ന സെയിം ഫീലിങ്സ് കിട്ടും. ഞാൻ വെറുതെ തള്ളുന്നതല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു കാറ്റ്, പിന്നെ രണ്ടാമത്തെ ഈ ശ്രീബുദ്ധനെ ആള് ഇങ്ങനെ തപസ് ചെയ്തതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാര്യം എന്താ പറയുക, ഇത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആരായാലും ഒന്ന് ധ്യാനപ്പെട്ടു പോകും. ഇതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, അറ്റ്മോസ്ഫിയർ പരമായിട്ട് ബ്യൂട്ടി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. അതിലൊരു പ്ലേസ് ഇതാണ്. അങ്ങനെ കേസ് നമ്മൾ ജെയിൻ ടെമ്പിൾ പോയതിന് ശേഷം പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് വന്നായിരുന്നു. മാത്തൂർ ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു ഫേമസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളും കണ്ടതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഇന്ന് ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു കേട്ടോ. കാര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഹോളിഡേ ആണല്ലോ. സോ അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു, എൻട്രൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കാണാം. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ റിസോഴ്സസ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലാണിത്. ടിക്കറ്റ് എടുത്തായിരുന്നു. ഒരാൾക്ക് 5 രൂപയാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന മാമനാണ് ടിക്കറ്റ് ആകുന്നത്. സൈഡിൽ നിന്നൊരു കനാൽ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കനാൽ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കനാലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ബ്രിഡ്ജിലേക്ക് പോകാം കേട്ടോ. നല്ലൊരു പാതയാണ് കേട്ടോ, ആ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിക്കുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ എത്താറായി. ഒരു 10 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തും. അതായത് നല്ല ലോങ് ആണ് കേട്ടോ പാലം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാനായിട്ട്. ചില റീൽസിലൊക്കെ നമ്മൾ കണ്ടു കാണും കേട്ടോ ഈ കനാൽ. അതായത് നോക്കി കണ്ടോ, അതായത് ആൾക്കാർ ഇതുവഴി നീന്തി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ നീളമുള്ള പാലമെന്നാണ് ഇതിൻ്റെ അറിവ്. സോ വളരെ മനോഹരമായിരിക്കുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം കേട്ടോ. അതായത് 2 പേർക്കൊക്കെ കഷ്ടിച്ച് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ വീതി. അതായത് എന്താ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃഷി ആവശ്യങ്ങൾക്കായിട്ട്, അതായത് നിശ്ചിത സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കണം, കൃഷി ആവശ്യങ്ങൾക്ക്, പിന്നെ കുടിവെള്ള പദ്ധതി, അതൊക്കെ പ്രമാണിച്ച് ചെയ്തൊരു ഐഡിയ ആണ് കേട്ടോ. അതായത് വെള്ളത്തിന് വേറൊരു ദിശയിലേക്ക് ഒഴുക്കി കൊണ്ടുപോകാൻ കഴിയും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് തന്നെ താഴെ കൂടെ അരുവി പോകുന്നുണ്ട്, പുഴ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന വെള്ളം ഇങ്ങനെ അങ്ങ് പോകും കണ്ടോ. ഈ പാലത്തിൻ്റെ മുകളിലുള്ള ഒരു സീനറിയാണ് കേട്ടോ. അത് അടിപൊളിയല്ലേ. ഇതാണ് ഗൈസ് പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴുള്ള വ്യൂ. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇത്. ഓക്കെ, ഭയങ്കര ഹൈറ്റിലാണ്. അതിമനോഹരമാണ് ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. കണ്ടോ, നല്ല വൈഡായിട്ട് ഇവിടുത്തെ മുകൾ ഭാഗത്തുള്ള ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കണ്ടോ, ഹൈറ്റ് കണ്ടോ. താഴെ കാണുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. അപ്പോൾ എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ ഈ നിൽക്കുന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ. കണ്ടോ, ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഓ, അതായത് കേസ് നമ്മൾ ചൈനയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്ഭുത കാര്യങ്ങൾ കാണാനായിട്ട് പോകും. പക്ഷേ നമ്മുടെ ഏരിയയിലുള്ള കാര്യം ഒരു എന്താ പറയുക, ഇത്രയും നല്ല സൂപ്പർ സ്ഥലമൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നതാണെന്ന് പറയാനായിട്ട്. ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് തന്നെ കാണും ലോകാത്ഭുതങ്ങളിൽ പലതും. മോനെ എന്താല്ലേ ഇത്. അയ്യോ, ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. നോക്കി, ഓ സീൻ, വിഷയം കേട്ടോ ഗൈസ്. അടിപൊളിയാണ്. എന്താ ഭംഗിയാ നോക്കി. വാവ്, ഫാന്റാസ്റ്റിക്, ഇഷ്ടപ്പെട്ടു. അതായത് സൂര്യാസ്തമയമായ കേട്ടോ. അപ്പോൾ പ്രകൃതിക്കൊരു പ്രത്യേക ഭംഗി വരും.
ആ ഭംഗി എന്തായാലും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. 1 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൺസ്ട്രക്ഷൻ്റെ ലെവല്, നമ്മുടെ ആൾക്കാരുടെ ആ ഒരു എൻജിനീയറിങ് മൈൻഡ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഒന്നും പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നോക്കിയേ, എൻ്റെ പൊന്നോ. ഡ്രോണിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതാ കണ്ടോ. അപ്പോഴേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും അതിമനോഹരമായൊരു സന്ധ്യ രാത്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് നല്ല വീഡിയോകളായി അടുത്തുടനെ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഫോർ എവർ, കാർത്തിക്.